ഇപ്പോൾ കൊച്ചിയിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ KSUവിന്റെ പ്രതിഷേധം. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഈ കീം പരീക്ഷയുടെ കാര്യത്തിൽ ഇന്നലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്ന തിരിച്ചടി, അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണോ ഇത്? അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രവർത്തകരെ പോലീസ് വീണുപോയ പ്രവർത്തകനെ പോലീസ് വലിച്ചിഴയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഈ സംഘർഷത്തിലേക്ക് പോയത് എന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഈ കീം പരീക്ഷയുടെ റാങ്ക് അത് ഇന്നലെ വീണ്ടും അത് പബ്ലിഷ് ചെയ്തിരുന്നു. അതിനുശേഷം അപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം അത് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധമാണോ ഇപ്പോൾ KSUവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ഭാഗത്തുനിന്ന് വീണ്ടും ഈ കീമിന്റെ റിസൾട്ട് റാങ്ക് പട്ടിക വീണ്ടും പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പല കോണുകളിൽ നിന്നും പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ആദ്യം റാങ്ക് പട്ടികയിൽ ആദ്യം വന്നവർ പിന്നീട് പിന്തള്ളപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു, പിന്തള്ളപ്പെട്ടവർ പിന്നീട് ആദ്യം ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അപ്പൊ ഇതിലെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രതിഷേധം മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കരിങ്കൊടി വീശിക്കൊണ്ട് പ്രതിഷേധക്കാർ 4 പാടുകളിൽ നിന്നും ചാടി വീഴുകയായിരുന്നു. ഇവരെ തടയുവാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധം അറിയിക്കുകയുമായിരുന്നു പ്രതിഷേധക്കാർ ചെയ്തത്. ട്രെയിനിങ് സ്കൂളില് ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എത്തിയിരുന്നത്.